ഇത് രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വലിയൊരു ടാസ്ക് തന്നെയാണ് ഇവരെ രണ്ടുപേരെ ഉറക്കുക എന്നത്. കൊച്ചവളാണെങ്കിൽ എങ്ങനെയൊക്കെ ഇറങ്ങും. ഇവളാണ് ഉറങ്ങാൻ കുറച്ച് പാട്. അങ്ങനെ രണ്ടുപേരെയൊക്കെ ഇറക്കി ഏകദേശം ഞാൻ കിടന്നൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഈ സമയമൊക്കെ ആവും കേട്ടോ. അപ്പോഴത്തേന് ഇവർ നല്ല ഉറക്കമായിരിക്കും, അത്യാവശ്യം നല്ല ഉറക്കമാണ്. എനിക്കപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേന് നല്ല വിശപ്പ് വരും. ഞാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്യും, ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശ ഉണ്ടാക്കി. ദോശയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും എനിക്ക് എന്തായാലും ചായയും മസ്റ്റാണ്. അങ്ങനെ ചായ ഉണ്ടാക്കാമെന്ന് വെച്ച് പാലൊക്കെ ഇങ്ങനെ വെച്ചു. കറക്റ്റ് ടൈമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ആ പാല് തിളച്ച് വരുന്നത് തന്നെ. ചായയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഏലക്ക ഇട്ടിട്ടുള്ള ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ നട്ട പാതിരാത്രി ആയാലും ഞാൻ ഏലക്ക ഇടാൻ മറന്നില്ല. അപ്പോൾ ഏലക്കയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുളക് കൂടാണ് കേട്ടോ. ഉള്ളിയും മുളകൊക്കെ വെച്ചിട്ടുള്ള ഒരു പെട്ടെന്നുള്ളൊരു കറിയായതുകൊണ്ട് ദോശയും മുളകും ചായയും വാവും. ഈ പാതിരാത്രി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ പണ്ടാറടങ്ങാനായിട്ട് വിശപ്പ് വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയണേ. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നട്ടപ്പാതിരക്ക് ഇങ്ങനെയും കുറച്ച് വട്ടത്തരങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇനി അതുപോലുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇറക്കാം.